ഹലോ. ഹലോ. ഞാനിവിടെ ഒരു വൈറ്റ് പെയിന്റ് അടിച്ച് വീടിന് മുന്നിലാണല്ലോ നിൽക്കുന്നത്. ആണോ? ഹായ്. ഹായ്. ഇന്ന് ഞാൻ ഭയങ്കര ലുക്കാന്ന് തോന്നുന്നുണ്ട്. അപ്പുറത്ത് ഒരു പെണ്ണെന്നെ നോക്കി ഹായ് എന്ന് പറയുന്നുണ്ട്. ഇത് ഞാനാ. ഇത് നീയാണോ? ഡേറ്റിംഗ് ആപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒന്നും അങ്ങനെ അല്ലല്ലോ. അതൊക്കെ ഫിൽറ്റർ അല്ലേ? ഈ ഫിൽറ്റർ കണ്ടുപിടിച്ചവനെങ്ങാൻ എൻ്റെ കയ്യിൽ കിട്ടിയ ആ ഫിൽറ്റർ എനിക്ക് കൂടെ ഒന്ന് സജസ്റ്റ് ചെയ്യണേ. അത് പിന്നെ സ്നാപ്ചാറ്റിൽ ചേട്ടന്റെ ഫോട്ടോ ഇട്ടൊന്ന് മുക്കിയാൽ മതി, ചേട്ടനെ കാണാൻ സൂപ്പർ ആവും. അതെ അല്ലേ? എന്ത് പറ്റി ഒരു ടെൻഷൻ പോലെ? ഞാൻ ഇതിനു മുൻപ് ചേട്ടനെ കണ്ടിട്ടില്ലല്ലോ, നമ്മള് ഡേറ്റിംഗ് ആപ്പിലല്ലേ പരിചയപ്പെട്ടെ. അതിനിപ്പോ എന്താ, 5 മിനിറ്റ് മുമ്പല്ലേ നമ്മളെ കണ്ടേ? പിന്നെ എനിക്ക് ചേട്ടനെ കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ. അതിനിപ്പോ എന്താ, എനിക്ക് നിങ്ങളെ കുറിച്ചൊന്നും അറിയില്ലോ. മുൻപ് റിലേഷൻഷിപ്പ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? റിലേഷൻഷിപ്പ് എന്നോടായതുകൊണ്ട് ഞാൻ തുറന്നു പറയാം. ഞാൻ 7ൽ പഠിക്കുമ്പോഴാണ് എൻ്റെ ആദ്യത്തെ പ്രണയം ഉണ്ടായത്. എന്നിട്ട് എന്താ 8ആയപ്പോ അവള് വേറെ സ്കൂൾ മാറിപ്പോയി. അതെന്താ? അവിടെ 7 വരെയല്ലോ ഉള്ളോ. അപ്പൊ ചേട്ടൻ എന്ത് ചെയ്തു? ഞാൻ 2 വർഷം തോറ്റു. 7ൽ 2 പ്രാവശ്യം പഠിക്കേണ്ടി വന്നു. അങ്ങനെയൊന്നുമില്ല. പിന്നെ 8ൽ പഠിക്കുമ്പോഴാണ് രേഷ്മ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നത്. എന്നിട്ട് സ്കൂൾ ടീച്ചർ പിടിച്ചപ്പോൾ അതും ഫ്ലോപ്പായി. പിന്നെ ശ്രുതി, എനിക്കൊരിക്കലും ശ്രുതിയെ മറക്കാൻ പറ്റില്ല. എനിക്ക് ശ്രുതിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഒരു ഉള്ളിൻ്റെ ഉള്ളൊരു വിഷമം. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ആ റിലേഷൻഷിപ്പിന് എന്ത് പറ്റി? അപ്പോഴാണ് 10Bയിലെ മീര എൻ്റെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. എന്നിട്ട് +1 ആയപ്പോഴാണ് അഞ്ചു എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. ഈ +2 ആയപ്പോഴാണ് ചിഞ്ചുമായിട്ട് ഞാൻ റിലേഷൻഷിപ്പിലേക്ക്. പിന്നെ കോളേജിൽ വന്നപ്പോൾ അതുല്യമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഈ അതുല്യമായിട്ട് ബ്രേക്കപ്പ് ആയതിനു ശേഷമാണ് ബ്രീത്ത് നല്ലപോലെ ഇങ്ങനെ ശ്വസിച്ചു വിടും, ഒന്ന് റിലാക്സ് ആകുള്ളൂ. ഈ കഥകളെല്ലാം കേട്ടതിന്റെ ഒരു ടെൻഷൻ ആയിരിക്കും. കുറച്ചും കൂടെ വേണമെങ്കിൽ നിലത്തൊന്ന് ഫ്ലാറ്റ് ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ രക്തോട്ടം. ഓക്കെ ആണോ? എല്ലാം ക്ലിയർ അല്ലേ? എന്നാൽ ഞാൻ ബാക്കി കഥ കൂടെ പറയട്ടെ. എനിക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട്. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി മറ്റൊരു റിലേഷൻഷിപ്പും ഇല്ലാത്തൊരു കുട്ടിയായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കുട്ടിക്ക് മുമ്പ് ഏതെങ്കിലും റിലേഷൻഷിപ്പോ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? എനിക്കങ്ങനെ റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ. ഇപ്പോഴാണ് എനിക്ക് ശ്വാസം നേരെ വീണത്. ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എൻ്റെ കല്യാണം ഒരു വട്ടം കഴിഞ്ഞതാ.